നല്ല ചുറ്റും മലകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കൂ കുട്ടി. അടുത്താണ്. നമ്മളിപ്പോ ചെങ്കോട്ടയിൽ വന്നിരിക്കുകയാണ്. നമ്മളെ സ്ഥിരം സ്ഥലമായ ചെങ്കോട്ടയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇതോട്ടെ അമ്മ എല്ലാവരും ഇവിടെ കാറ്റ് കൊള്ളുവാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മൾ തിരുമലക്കോവിലിൽ പോകാൻ വന്നിട്ട് ഇതൊരു അമ്പലം തുറന്നില്ല, 4 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പം നമ്മളിവിടെ വന്ന് നിന്ന് അല്ലേ എല്ലാവരും ഇതാ കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ഇവിടെ എത്തി. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പോകുന്ന ആള് ആതിരയാണ് കേട്ടോ. ശരിയാണല്ലേ അല്ലേ? എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഓടിക്കുന്നത് എല്ലാവരും കൂടെ ലോഡ് എടുക്കോ? ലോഡാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് സമയം കളയണം ഒരു 10 മിനിറ്റ് കൂടെ. അപ്പോൾ നമ്മൾ അവിടം വരെ പോയിട്ട് അപ്പുറത്ത് കാണുന്നതാണ് മെക്കര ഡാം എന്ന് പറയും. നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കാറ്റുകൊള്ളാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ അമ്പലത്തിൽ പോകണം 4 മണിക്ക്. അതിന് മുമ്പായിട്ട് ആതിരയുടെ ഡ്രൈവിങ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? ആതിരയുടെ അമ്മയൊക്കെ അവിടെ വന്നു. എൻ്റെ അമ്മ മാത്രമേ കയറിയുള്ളൂ. ആതിര വണ്ടി ഓടിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. ഉഷാറ്. ഇത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. സീറ്റ് ആദ്യം നേരെയാക്ക്, എന്നിട്ട് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സീറ്റ് ബെൽറ്റ് ഇടാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തത്തില്ല. ഇരുതാ സീറ്റ് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലേ നിനക്ക് എത്തത്തുള്ളൂ. ആ ഓക്കെ അല്ലേ? വണ്ടി സ്റ്റാർട്ടാ. ഗിയർ ഇട്ടോ. പയ്യ പയ്യ. ആ ഓട്ടെ. ഇനി നല്ലപോലെ ആതിരയൊന്ന് പഠിപ്പിച്ചെടുക്കണം അല്ലേ? ഇപ്പൊ അത്യാവശ്യം ഓടിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യമാണ് വേണ്ടത്, വേറെ ഒന്നുമല്ല വേണ്ടത് അല്ലേ? അവർക്ക് ഓടിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ റെഡി, ഞാൻ ഓടിച്ചോളാം എന്നുള്ളൊരു ധൈര്യമാണല്ലോ, അതാണ് വേണ്ടത്. ഇപ്പൊ പറഞ്ഞു കൊടുക്കാതെ തന്നെ നല്ലപോലെ ഓടിക്കുന്നുണ്ട്. ഒരു സ്കൂട്ടർ വരുന്നുണ്ട്, പയ്യെ ബ്രേക്ക് ഓടിക്കോ. ഞാൻ വിളിച്ചുതരാം. ഓക്കെ ഓക്കെ. പോട്ടെ. ഇനി അവരെ എടുത്തുകൊണ്ടേ നിർത്തണം കേട്ടോ. തേർഡ് ഇടണോ? വേണ്ട, സെക്കൻഡിലോട്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ വണ്ടി ഓടിച്ചല്ലേ? നിന്റെ അമ്മയും ചേട്ടൻ എന്തിയേ? ഏത് മരത്തിന്റെ അടി? അവിടെ ഇരിക്കുന്നല്ലേ? നീ ആ തണലത്തോട്ട് പയ്യെ ക്ലച്ച് ഓടിയിട്ടെ ബ്രേക്ക് ഓടിക്കും. എന്നിട്ട് അങ്ങോട്ട് ആ തണലത്തോട്ട് നിർത്ത്. അവിടെ അത് മതി. വണ്ടി പാത്തോട്ട് കയറ്റുമെന്ന് നോക്കാം. ഞാൻ ചെയ്യാം. നമ്മളിപ്പോൾ തിരുമല കോവിലിൻ്റെ താഴെ വന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ താഴെ ഇങ്ങ് വന്നു. നമുക്കിവിടുന്ന് വണ്ടിയിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. വണ്ടി വിടുന്നുണ്ടല്ലോ അല്ലേ? ഫീസ് അങ്ങാണ്ട് അടയ്ക്കണം തോന്നുന്നു. എത്ര രൂപ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തിരുമല കോവിലിൻ്റെ താഴെ അമ്പലം തൊണ്ടപ്പുറത്ത് മേളിലാണ്. 60 രൂപയാന്ന് തോന്നുന്നു. എത്രയാണോ? 50 രൂപയാണ് കേട്ടോ ഇവിടുന്ന് ടിക്കറ്റ് ചാർജ്. വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയാൽ തന്നെ ഒരു 1/2 കിലോമീറ്റർ കാണും മേളിലോട്ട് എത്താൻ പറ്റും. സാധാരണ നമ്മളെപ്പോഴും പടി കയറിയാണ് പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തിരുമലക്കോവിലിൻ്റെ മുകൾ ഭാഗത്തെത്തി കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മലകളെ കാണും. നമ്മൾ ഈ പണ്ട് ഇവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലാണ്. ഇതിപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വെയിൽ കേട്ടോ. വെയിൽ കാരണം വണ്ടീൻ്റെ ഇടയിൽ പാർക്ക് ചെയ്തിട്ട് 4:30ക്കാണ്. വൈകുന്നേരം നിങ്ങൾ വരുവാണെങ്കിൽ 4:30ക്ക് ശേഷമേ അമ്പലം തുറക്കത്തുള്ളൂ. അപ്പോൾ ആ സമയം അനുസരിച്ച് വരിക. ഇതിലേ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിലേ ഇങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തോട്ട് പോവാം. അപ്പുറത്തായിട്ട് നമ്മൾ തുടക്കത്തിൽ കാണിച്ച സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അടവി നൈനാർ ഡാം കാണാം അപ്പുറത്തായിട്ട്. ഇത് നമുക്ക് ഇച്ചിരി കൂടെ അപ്പുറത്ത് അമ്പലത്തിൻ്റെ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കൊല്ലത്താണ് നമുക്ക് ട്രെയിനിൽ വരാം. ബൈ ബസ്സിൽ ചെങ്കോട്ടയിൽ വന്നിട്ട് ചെങ്കോട്ടയിൽ നിന്ന് 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ലോക്കൽ ബസ്സുണ്ട് തിരുമലക്കോവിൽ പോകാൻ. ആ ബസ്സിൽ നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം ഇച്ചിരി ചൂടൊക്കെ ആയിട്ട് കുറച്ച് കരിഞ്ഞിരിക്കുക. അല്ലായിരുന്നെങ്കിൽ ഭയങ്കര പച്ചപ്പായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം മേളിലെല്ലാം പച്ചപ്പ് കണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി പച്ചപ്പ് കുറവാണ്. അപ്പോൾ നമുക്കിനി നേരെ അമ്പലത്തിൻ്റെ മുകളിലോട്ട് പോകാം. തിരുമലക്കോവിൽ നമ്മൾ
എത്ര വർഷം മുമ്പ് വന്നത് ലാസ്റ്റ് ഓർമ്മയുണ്ടോ? 3 വർഷമായി കാണുന്നത് അല്ല 3 വർഷമായി കാണും. 3 വർഷം മുമ്പ് ഞാൻ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആദ്യം കൂടെ 1 വർഷം മുമ്പ് വന്നു തിരുമലക്കോവിൽ. നമ്മുടെ ഫേവററ്റ് പ്ലേസുകളിലൊന്നാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ നല്ല കാറ്റും മനോഹരമായ സ്ഥലമാണ്. ഇതാണ് നമ്മൾ പടിയിലെ കൂടെ കയറി വരുന്നത്, വണ്ടിയിലെ കൂടെ കയറി വരുന്നത്. ഇതിലെ കൂടെ വണ്ടിയിലാണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ആ പാർക്കിംഗ് സ്പേസിൽ വണ്ടിയും വെച്ചിട്ട് നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് പോകാം. വെള്ളം വാങ്ങിക്കാൻ നല്ല ദാഹമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. ഇവിടെ ഇച്ചിരി കാറ്റുള്ളതുകൊണ്ട് നമ്മൾ അത്ര അറിയുന്നില്ല. കൂൾ വാട്ടർ കാണാം. ഇതാണ് തിരുമലക്കോവിലിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഞാൻ ഈ അമ്പലത്തിൽ വരുമ്പോൾ ഈ അമ്പലം ഇത്രയും പുരോഗമനമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇവിടെ മൊബൈലൊന്നും എവിടെ വേണമെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം മാറി കേട്ടോ. ഇപ്പം എല്ലാം മാറിയിട്ട് എന്താ പറയുക, ഇപ്പം മൊബൈൽ നമ്മളവിടെ 5 രൂപ കൊടുത്ത് മൊബൈൽ കൊടുക്കേണ്ടി വരും അകത്ത് കയറാൻ. അവർ അമ്മയും എല്ലാവരും തൊഴാൻ പോയിരിക്കുകയാണ്. നമുക്കിപ്പം ഇവിടെ ഒന്നും ഷൂട്ടിംഗ് ഒന്നും അത്ര എളുപ്പമല്ല കേട്ടോ. ഫുള്ള് റെസ്ട്രിക്ഷൻ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരാനും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. അതാണ് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ നമ്മളവിടെ നിന്നൊക്കെ സ്കൂളിൽ ടൂർ പോകുന്ന പോലെ ഇവിടെ അമ്പലത്തിലോട്ടാണ് കൊണ്ടുവരുന്നത് കണ്ടോ. അപ്പം മൊബൈൽ നമുക്ക് അകത്ത് കയറത്തില്ല. അതിപ്പോൾ പുതിയതായിട്ടുള്ളൊരു അറിവാണ്. ഇപ്പം മിക്ക തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നമുക്ക് മൊബൈൽ അലൗഡ് അല്ല കേട്ടോ. ഇപ്പം പഴനിയിൽ പോയാൽ നമുക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മൊബൈൽ നമ്മൾ ഇതേപോലെ തന്നെ 5 രൂപ കൊടുത്തിട്ട് ടോക്കൺ വെച്ചിട്ട് കൗണ്ടറിൽ കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെ, നല്ല രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ ചെങ്കോട്ടയുള്ള തിരുമലക്കോവിൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ വയലുകളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ കൊല്ലം, പത്തനംതിട്ട ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ എളുപ്പം വരാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പ് വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മുടെ തിരുമലക്കോവിൽ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുള്ളവർക്കും വരാം, വളരെ സിമ്പിളാണ്. തിരുവനന്തപുരത്ത് നിന്നാലും എവിടെ നിന്നാലും നേരെ ചെങ്കോട്ടയ്ക്ക് വരിക. ചെങ്കോട്ട വന്നു കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൽ വന്ന് ഇവിടെയൊക്കെ തൊഴുതിട്ടൊക്കെ പോകാൻ പറ്റും. അടിപൊളിയല്ലേ. അപ്പോൾ അമ്മയെ ഇതുവരെ തൊഴുതിട്ട് ഇറങ്ങിയില്ല. അമ്മയെ ആദ്യം ഇതുവരെ തൊഴുതിട്ട് ഇറങ്ങിയില്ല. ഞാൻ വെയിറ്റിങ്ങിനാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലത്തിലെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത്. നല്ല പച്ച വെള്ളമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് 2 മൈലിൽ ഓം മുരുക എന്നൊക്കെ എഴുതിയൊക്കെ കാണാൻ പറ്റും. നോക്കി നല്ല വെള്ളമല്ലേ, അടിപൊളി വെള്ളമാണ് കണ്ടോ. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. ഇപ്പം നല്ല വെള്ളം വന്ന് നല്ല പച്ച കളറിൽ അടിപൊളി വെള്ളം കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് 2 മുരുക വാഹനമൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ. നമ്മൾ പഴനി പോലെ അങ്ങനെ വലിയ സ്പേസ് ഒന്നുമില്ല, അങ്ങനെ ഭയങ്കരമായ കെട്ടിടങ്ങളൊന്നുമില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഇത്രയും മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്യാവശ്യത്തിനുള്ള നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നതിനേക്കാളും നല്ലത് തന്നെ അധികം ആൾക്കാർ ഇല്ലായിരിക്കുന്നതായിരിക്കും പെട്ടെന്ന് തോന്നും. അപ്പോൾ എപ്പോഴും ഈ ക്ഷേത്രം നല്ല മനോഹരമായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ തൊഴുത് വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമുക്ക് വെളിയിൽ പോയി വണ്ടി എടുത്ത് പോകണം. സമയം ഇപ്പോൾ 5 മണിയായിട്ടോ. ഇവിടെ എന്താണ് പിടം വരയ്ക്കുന്ന സായി പടം വരയ്ക്കാണ്. ഇവരെ പടമാണോ വരയ്ക്കുന്നത്? ഇത്ര പെട്ടെന്ന് വരയ്ക്കുവോ? നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ മേളില്. അടിപൊളി പടമാണ് സായിപ്പ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്നവരെല്ലാം നേരെ തിരിച്ച് ബസ്സിൽ കയറാൻ പോവാണ്. ഇതാണ് സ്റ്റെപ്പ്. നമ്മളെ പുഷ്പ സിനിമയിലൊക്കെ കാണിക്കുന്നത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പുഷ്പ സിനിമയിൽ നടി നടന്നു വരുന്നതൊക്കെ നമ്മൾ തന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, ഒന്നുകൂടി പറയുകയാണ്. അതൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. അതേപോലെ പുഷ്പ സിനിമയിൽ ഇതുകൊണ്ട് ഈ പാറയുടെ മുകളിൽ നിന്നാണ് അല്ലു അർജുൻ ഒരു ബൈക്കൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നതും എവിടെയാണ് കേട്ടോ. എന്തായാലും നല്ല രസമാണ്. പക്ഷെ ഇവിടെ ചെങ്കോട്ടയിൽ വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ട്രെയിനുണ്ട്, തിരിച്ച് നമ്മൾ ബസ്സിന് പോകേണ്ടി വരും. KSRTC ബസ് പിടിച്ച് വേണം പോകാൻ. കാരണം കൊല്ലത്ത് നിന്ന് 12 മണിക്ക് ട്രെയിനുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാൻ പറ്റും. 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്താം. പക്ഷേ
തിരിച്ചു പോകണമെങ്കിൽ KSRTC ബസ് പിടിച്ചാൽ പറ്റും. KSRTC ബസ് ഇഷ്ടംപോലെ കിട്ടും. നേരെ തെങ്കാശിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് KSRTC ബസ് കിട്ടും. അല്ലെങ്കിൽ ചെങ്കോട്ടെ പോയാലും KSRTC ബസ് കിട്ടും. അല്ലാതെ ട്രെയിൻ ഓപ്ഷൻ ഇല്ല. അതേ ഉള്ളൊരു കുഴപ്പം. നമ്മൾ വീണ്ടും ഇതോടെ കുളത്തിൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. അമ്മ ഒന്നും കണ്ടില്ലായിരുന്നു. എങ്ങനെയുണ്ട് കുളം? അടിപൊളിയല്ല. അന്ന് വന്നപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നല്ലേ? ഇത്ര വെള്ളമില്ലായിരുന്നു, ഇത്ര ഭംഗിയില്ലായിരുന്നു. ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അമ്പലത്തിൽ അരളികളെല്ലാം നട്ട് ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളും. അമ്പലം തന്നെ ഒരു ഭംഗി തന്നെ. അടിപൊളിയായി. ഇപ്പൊ നല്ല വൃത്തിയായി. എന്തോരം കാറ്റും നല്ല ഒരു സുഖവും. അതെ അതെ, നല്ലൊരു ഐശ്വര്യം. അന്ന് വന്നപ്പോ ഇത്ര പകുതി പോലും വെള്ളമില്ലായിരുന്നു. ഇപ്പൊ നമ്മളെ താഴെയുള്ള നമ്മളെ അമ്പലത്തിലെ കുളം പോലെ ഉണ്ടല്ലേ, ഇത്രയും മേളിൽ ഇത്രയും വെള്ളം. പണിതോണ്ടിരിക്കായിരുന്നു വന്നപ്പോ. കുളമുണ്ട്, പക്ഷെ വെള്ളം ഇത്രയല്ല. ഇത് ഇവരെ മഴ പെയ്ത് വന്ന വെള്ളം തന്നെ ആയിരിക്കും. മഴവെള്ളം തന്നെ ആയിരിക്കും. മഴവെള്ളം എവിടെ പോവാതെ അവിടെ കെട്ടിക്കിടക്കും കേട്ടോ. എന്നാൽ പിന്നെ ഇറങ്ങാം എന്നാ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ട് നേരെ തന്നെ വണ്ടി എടുത്തിട്ട് കൊല്ലത്തോട്ട് പോകാം അല്ലേ. കണ്ടോ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ അരളിപ്പൂവല്ലേ ഇത്? അരളിപ്പൂ ഉണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ, പുതിയതായിട്ടുള്ള. പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ഇവിടെ പിള്ളേരൊക്കെ വന്ന് ഇതൊക്കെ പിച്ചിക്കൊണ്ട് പോകും തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, ഇത്രയും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ വലിയ ബസ്സിൽ വന്നാലും എന്ത് വണ്ടിയിൽ വന്നാലും നമുക്കിത് എവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് സ്ഥല സൗകര്യം എല്ലാം ഉണ്ട്. നല്ല പുരോഗമനമായി വരുന്നുണ്ട് ഈ അമ്പലം. നമ്മളെ വീഡിയോ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പണ്ട് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി മലയാളികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു അമ്പലം കാണാൻ. അമ്പലത്തിൽ മുരുകന് വേണ്ടിയിട്ട് ഒരു പൂവ് അവർ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, ഇഷ്ടംപോലെ പൂവുണ്ട്. അത് ശരിയാ, നല്ല പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെരുപ്പ് അവിടെ വെച്ചിരിക്കുകയാണ്. ചെരുപ്പൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് കയറി വന്നത്. അപ്പം നമുക്കിതാ നല്ല മനോഹരമായ ക്ഷേത്രത്തിന് ഇവിടെ പറയാം, നല്ല ഭംഗിയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിനി നേരെ സമയം എന്ന് പറയുന്നത് 5 മണിയായി. ഇനി ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ഓട്ടോ ഉണ്ട് നമുക്ക് കൊല്ലത്തേക്ക്. ഈ 2 ബസ് ഉണ്ടോ, ഇത് 2 സ്കൂൾ ബസ്സാണ്. ഈ സ്കൂൾ ബസ്സിലെ പിള്ളേരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതെവിടെയാ സ്ഥലം? മുഹവൂർ എന്ന് പറഞ്ഞ സ്ഥലം. അതെവിടെയാണോ എന്തോ. പോവാന്നാ, അകലെ വണ്ടി എടുക്കാമല്ലോ. താക്കോലെന്നാ പോവാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഉരുളക്കിഴങ്ങ് വറ്റലുണ്ടാക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ചീനി വറ്റലെന്ന് പറയും കേട്ടോ, പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ആണ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്. ചീനി വറ്റലെന്ന് പറഞ്ഞാൽ അത് വേറെ. ശരിയല്ല, ചീനി വറ്റലല്ല, ഉരുളക്കിഴങ്ങ് വറ്റലാണ്. അതാണ് ഒരു വ്യത്യാസം തോന്നി നമുക്ക്. ഇത് നമ്മൾ നിൽക്കുന്ന പുളിയറ ചെക്ക് പോസ്റ്റ് ഇല്ല, അപ്പുറത്താണ് പുളിയറ ചെക്ക് പോസ്റ്റ്. അവിടെ നിൽക്കുകയാണ് നമ്മൾ. വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടി എന്തായാലും വീട്ടിലോട്ട് പോകുന്നത്. അല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് അപ്പുറത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ ഈ റൂട്ടിൽ വരുവാണെങ്കിൽ ചെങ്കോട്ടന് പോകുന്ന വഴിക്കുണ്ടോ, ഈ പുളിയറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കേരളത്തിലോട്ട് കയറുന്ന വഴിക്കാണ്. ഇവിടെ ഒരുപാട് കടകളും അതിലൊക്കെ നല്ല അടിപൊളി വെജിറ്റബിൾസ്. നമ്മൾ യഥാർത്ഥത്തിൽ കപ്പലണ്ടി മേടിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. കപ്പലണ്ടി, അതായത് മറ്റേ നിലക്കടല പച്ച, പക്ഷെ പച്ച ഇല്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിക്ക് വിലക്കുറവാന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട്. ചെറിയ ഉള്ളിക്ക് നമ്മളിവിടെ ഉണ്ട്. എത്ര വില പറഞ്ഞത്? ഇതെത്ര? കിലോ 40 അല്ലേ? 3 കിലോ 100. അത് ചെറുതായിരിക്കും വണ്ടിയിൽ വിൽക്കുന്നത്. 40 നാട്ടിൽ അതിൽ കൂടുതലാന്ന് തോന്നുന്നല്ലേ? 40 തന്നെയാണോ? 50 രൂപയാണോ അവിടെ? 40 രൂപ. അപ്പോൾ ഇത് മേടിച്ച് അതൊക്കെ ഞാൻ കാണിച്ചോളാം. സവാള 3 കിലോ 100. നാട്ടിലെ റേറ്റൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ നമ്മളെ ചക്കയൊക്കെ ഇതുകൊണ്ട്, ഇതൊക്കെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയൊക്കെ ഇവിടെ തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാം പഴുത്ത് ഇളകിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, ചെറിയ പേരയ്ക്ക എല്ലാം ഉണ്ട് കേട്ടോ. മേടിച്ചോ ഉള്ളി ഇതൊക്കെ വാങ്ങിക്കേ. കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വാരിയിടുന്നുണ്ട്. കൊള്ളാം. 40 രൂപ അല്ലേ? കിലോ 40 രൂപ. പുതിയ പേരയ്ക്ക അല്ലേ? ഇത് വേണോ? പേരയ്ക്ക വേണോ? ഡ്രാഗൺ ഫ്രൂട്ട് ഇതല്ലേ മുറിച്ച് വെച്ചിട്ട് മേളില് ടേസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടേ അയച്ചു നോക്ക് മധുരം ഉണ്ടോന്ന്.
ചാമ്പയ്ക്ക് ഇത്രയും വലുതാ? അമ്മോ, നാട്ടിലുള്ള എന്നാലും ഇത്രയും വലുതല്ലല്ലോ. നമ്മളെ നാട്ടിൽ പിടിക്കുന്ന ഇത്രയും വലുതല്ല. ഇത് ഇച്ചിരി ഭയങ്കര വലുതാട്ടോ, വലിയ ചാമ്പയ്ക്ക. നമ്മളങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചേട്ടോ. വലിയ ലാഭമൊന്നുമില്ല, എന്നാലും കുറച്ച് നല്ല സാധനമായിട്ട് തോന്നി കണ്ടിട്ട്. എന്നാ പിന്നെ പോവാം. സമയം 6:15 ഇരുട്ടാറായി കേട്ടോ. ഏതാ വേണ്ടേ? ഈ ചിപ്സ് വേണോ, കൊള്ളി ചിപ്സ് വേണോ, ചീനി ചിപ്സ്? എത്ര ഇതാണോ? ഇതാ അര കിലോ 120. ഏതാ വേണ്ടേ? അത് വണ്ടിക്കകത്ത് വെച്ചേരെ. അന്ന് ചീനി മേടിച്ചിരുന്നു. വേറെന്താ? ബിസ്ക്കറ്റൊക്കെ ഉള്ളു. അതൊന്നും വേണ്ട, ബിസ്ക്കറ്റൊന്നും വേണ്ട അല്ലേ? ബിസ്ക്കറ്റ് ചിപ്സ് അതൊക്കെ ഉള്ളു. ചക്കര വരട്ടി രൂപ എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ? ഉരുളക്കിഴങ്ങിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. അതെങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ വരുവാണെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്കി. വെറൈറ്റി ആണ്. നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാം. നല്ല സാധനം. ഇനി നമ്മൾ എസ് വളവ് വഴിയാണ് പോകാൻ പോകുന്നത്. കുറേ നാളായി നമ്മൾ എസ് വളവ് പറഞ്ഞിട്ട്. എൻ്റെ സ്ഥിരം സ്പോട്ടാണ് എസ് വളവ്. അഖിൽ ആദ്യമായിട്ടാണ് എസ് വളവിലൂടെ വണ്ടി ഓടിക്കാൻ പോകുന്നത് കേട്ടോ. എസ് വളവിൽ ചെറിയ വണ്ടി കുഴപ്പമില്ല, ലോറികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോട്ടെ. ആ, അത് ലാഭമാണ്. ലേസിനകത്തൊന്നും കാണത്തില്ല. ലേസിന്റെ ടേസ്റ്റ് അല്ല ഇതിന്. ഇനി കുറച്ച് ദൂരം പോയാലാണ് നമ്മൾ എസ് വളവ്. സന്ധ്യയായി വരുന്നത്. ലോറികളൊന്നും ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് പോവാം. വലത് പിടിച്ച് പോയത് കേട്ടോ. ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ വളഞ്ഞ് ലോറി ഇങ്ങനെ വളഞ്ഞു വരും. നമ്മൾ നോർമൽ പോകുന്ന പോലെ പോകണ്ട. ഇപ്പുറത്ത് മേളിൽ ലോറി വരുന്നുണ്ടോ? ലോറികൾ വളഞ്ഞു വരാൻ വലിയ പാടാണ്. ഇപ്പോഴത്തെ പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ ഇവിടെ ഓടിയണമെങ്കിൽ നല്ല പാടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ സാധാരണ അതിലല്ലേ പോകേണ്ടത്, നമുക്കിനി ഇതിലേ പോകാവും. ലോറി വളഞ്ഞു വരും, നോക്കിയെടുക്കണേ. അവതാർ അശോക് ലൈലൻഡ് മേളിൽ ലോറിയൊന്നും ഇല്ല. ലോറിയൊന്നും ഇല്ലെങ്കിൽ നോർമലായിട്ട് പോയാൽ മതി. ചില സമയത്ത് ലോറി ഉണ്ടെങ്കിൽ നമ്മൾ അതിലെ വലത്തൂടെ പോകേണ്ടി വരും. കുഴപ്പമില്ല. എസ് വളവ്. ആ, ഇവിടെ ഭയങ്കര ആക്സിഡന്റ് ആവുന്ന സ്ഥലമാണ്. ലോറിയൊക്കെ ഇതിന്റെ മേളിൽ നിന്ന് താഴോട്ടൊക്കെ വീണാൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ട്. ഇനി നേരെ നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. കുറേ നാളെ ഇതിലേ പോയിട്ട് ആണ്. ഭയങ്കര സ്പീഡിലാണ് വരുന്നത് ലോറികളൊക്കെ. ഇറങ്ങി വരുമ്പോഴേ നല്ല സ്പീഡിലായിരുന്നു. ഡേഞ്ചറാണ്. ആ, സ്ഥിരം വരുന്ന റൂട്ടാ. എല്ലാവരും സ്ഥിരം ഇതിലേ പോകുന്നതാണ്. ഇതാണ് ഈ ഇതുണ്ടോ, ഇവിടുന്ന് താഴോട്ടൊരു ലോറി പോയിട്ടുണ്ട്. അതുകളൊക്കെ മരിച്ചുപോയി. അത്രയ്ക്കും മോളിൽ നിന്ന് താഴെ റെയിൽവേ ട്രാക്കിലോട്ടാ വീണത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഫുള്ള് ലോട്ടറി കടയായിരിക്കും. എല്ലാ ബോർഡറിലും ലോട്ടറി കട ഭയങ്കര കാണും. കണ്ടോ, നമ്മളെ വാളയാറ് പോയാലും ഇഷ്ടം പോലെ കാണാം. അതേപോലെ ആര്യങ്കാവ് വന്നാലും മൊത്തം ലോട്ടറി കട കണ്ടവേ. ആ, അവിടുന്ന് തമിഴ്നാട്ടുകാർ രാവിലെ വണ്ടി പിടിച്ചേക്ക് വരും ലോട്ടറി എടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. നമ്മളിനി നേരെ കൊല്ലത്തോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം.